ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സാധനത്തിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഒരു അടിപൊളി സാധനം TB21. നമ്മുടെ TB21 നിങ്ങളെല്ലാവരും ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, കണ്ടു, കുഴപ്പമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പവർ സപ്ലൈ കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോകാൻ പാടില്ല. പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ഞാൻ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കി കൊടുക്കുക. പിന്നെ അതിന് പവർ പോരാ എന്ന് പറയുന്ന ആൾക്കാർക്ക് AS21 എന്ന് പറഞ്ഞൊരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട്. AS21 നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ പോലെ തന്നെയാണ്, കവറിങ് എല്ലാം ഉള്ള, ഇതുപോലെ മറ്റൊരു കവറിങ് എല്ലാം ഉള്ള ബോർഡാണ്. അടിപൊളിയാണ്. ഞാനിത് കൊടുക്കാൻ പറ്റിയ ഒരു സ്പീക്കർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഇതാണ് അതിൻ്റെ ഫാനൊക്കെ ഉള്ള മോഡലാണ്. അടിപൊളി ബോർഡാണ്. ഈ ബോർഡൊന്ന് കാണിച്ചോളൂ. കാണിച്ചു നിർത്തിക്കും. സാറിനാണ് ടി വി പറഞ്ഞേ അല്ലേ? കയറിപ്പറ. പറയും. ഞാനൊരു പുതിയ ബോർഡ് പരിചയപ്പെടുത്തുക. ഈ നമ്മുടെ TB21 ആംപ്ലിഫയർ ബോർഡ് നല്ല വർക്കിങ്ങാണ്. ഒത്തിരി പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല സംഭവമാണ്. അതുപോലെ ഇടിച്ച് തകർക്കണം, ഭയങ്കര സൗണ്ട് ക്വാളിറ്റി വേണം, പബ്ലിക്കായിട്ടൊക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബോർഡാണ് ഈ സാധനം. നല്ല ബോർഡാണ്. ZK AS21 എന്നാണ് ഈ ബോർഡിൻ്റെ ഇത് നമ്മൾ സാധാരണ വോൾട്ടേജ് 24 വോൾട്ടിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് വേറെ പവർ സപ്ലൈ ആണ്. ഇതിന് മറ്റേ പോലെ തന്നെ കൺട്രോളും ഉണ്ട്. പിന്നെ നമ്മൾ പെൻഡ്രൈവ് കുത്തി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഇത് കണ്ടോ, ഇങ്ങനെ നെക്സ്റ്റ് പാർട്ട് റിവേഴ്സ് പാർട്ടൊക്കെ ആക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഓക്സിന് ഡയറക്റ്റ് കൊടുക്കാനുണ്ട്. പിന്നെ LED നമുക്ക് മാറ്റി വേണേൽ കൊടുക്കാം. പിന്നെ പെൻഡ്രൈവും ഉണ്ട്. ഇതിനും പെൻഡ്രൈവ് ഉള്ളതാണ്. പെൻഡ്രൈവ് ഉണ്ട്, ഓക്സിനുണ്ട്. പിന്നെ ഇതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ കാണിക്കാം. ഇതിൻ്റെ അഡാപ്റ്റർ ഒരു വെറൈറ്റി അഡാപ്റ്ററാണ്. 36 വോൾട്ട് സപ്ലൈ ആണ് ഇതിന് കൊടുക്കുന്നത്. 36 വോൾട്ട്. ഇതേ പ്രീസെറ്റ് ഉള്ളതാണ്. വേണമെങ്കിൽ ഒരു ഇച്ചിരി വോൾട്ടേജ് കുറച്ച് കൊടുക്കാം. 36 എന്നുള്ളതൊരു 32 ആക്കി വേണമെങ്കിൽ 3-4 വോൾട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. 36 വോൾട്ട് വരെ കൊടുക്കാവുന്ന ബോർഡാണ് ഈ ബോർഡ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേലും ഇപ്പോൾ 12 വോൾട്ടും നമുക്ക് ആവശ്യം, 12 വോൾട്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ 12 വോൾട്ടും എടുക്കാം, 36 വോൾട്ടും എടുക്കാവുന്ന ഒരു അടിപൊളി പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ വേണം ഈ സെറ്റിന്. നമ്മുടെ 24 വോൾട്ടിൻ്റെ പവർ സപ്ലൈ പോരാ എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഹെവിയാണ് സംഭവം. 350 വാട്ട്സാണ് സബ് വൂഫറിൻ്റെ RMS. അപ്പോൾ 3500 വാട്ട്സുള്ള സബ് വൂഫർ കൊടുക്കാം, നല്ല കട്ടിയുള്ള സബ് വൂഫർ കൊടുക്കാം. മറ്റേത് 220 വാട്ട്സാണ്. 2200 വാട്ട്സ് പെർ ചാനലുണ്ട്. അപ്പം 4400 വാട്ട്സ് വരും 2 ചാനലിലും കൂടെ. അപ്പം 4400 പ്ലസ് 3500, അതാണ് ഇതിൻ്റെ ശരിക്കും PMBO എന്ന് പറയുന്നത്. 4400 പ്ലസ് 3500, അപ്പോൾ ശരിക്കും 7900 വാട്ട്സ് PMBO ഉള്ള ഒരു അടിപൊളി D ക്ലാസ് ആംപ്ലിഫയർ ബോർഡ്. പിന്നെ വേറൊരു കാൽക്കുലേഷൻ ഉണ്ട്. 350 പ്ലസ് 220 പ്ലസ് 220, അപ്പോൾ 790 വാട്ട്സ് RMS 2.1. നമ്മളൊരു 1000 വാട്ട്സിൻ്റെ ഒരു ബ്രാൻഡഡ് സെറ്റിൻ്റെ ഒരു ഹോം തിയേറ്റർ മേടിക്കണേ എത്ര രൂപ ആവും നിങ്ങൾക്കറിയാമല്ലോ? 50,000 രൂപ ആവും 1000 വാട്ട്സ് മേടിക്കണേ. 1000 വാട്ട്സിൻ്റെ ഏറ്റവും കുറഞ്ഞത് മേടിക്കണമെങ്കിൽ 25,000 രൂപ ആവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ കവർ സഹിതമാണ് ഈ സാധനം വരുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈ കൂടെ മേടിച്ചാൽ ചെറിയ വിലയ്ക്ക് നമുക്കൊരു അടിപൊളി ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റാവും. അപ്പോൾ ഇത് വേണ്ടവർക്കും അയച്ചു തരാം. പിന്നെ നമ്മുടെ TB21 അറിയാമല്ലോ, ഹിറ്റാണല്ലോ. എല്ലാവരും TB21 ആണല്ലോ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേട്ടൻ TB21 ഇത് വന്നിട്ടുണ്ട്. എൻ്റെ പവർ സപ്ലൈ നമ്മുടെ കയ്യിലുണ്ട്. പവർ സപ്ലൈ കൊടുക്കുമ്പോൾ നല്ല ജെന്യൂനായിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് തിരിയാത്ത പവർ സപ്ലൈ കൊടുക്കുക. ചില വോൾട്ടേജ് താത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളിലായ പുതിയ ബോർഡ് നമ്മൾ കാണിച്ചു എന്ന് മാത്രം. ഇതിനും കവറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. AS21 ആൻഡ് TB21. നമ്മളിതൊരു നല്ല സെൻസിറ്റീവായിട്ടുള്ള നല്ലൊരു ആംപ്ലിഫയർ ആണെങ്കിലും നമ്മളിതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമുണ്ട്. കേടായിട്ടിരിക്കുന്ന പെൻഡ്രൈവ് ഉണ്ട്. ഈ പിന്നെ സ്കാൻ ഡിസ്കിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പെൻഡ്രൈവ് ഷോർട്ടായിരിക്കും. അപ്പോൾ 5 വോൾട്ട് ആണ് ഈ പെൻഡ്രൈവിലോട്ട് വരുന്നത്. ഈ പെൻഡ്രൈവ് ഷോർട്ടായിട്ടുള്ള പെൻഡ്രൈവ് കുത്തിക്കഴിഞ്ഞാൽ അന്നേരം 5 വോൾട്ട് ഷോർട്ടായി പോകും. 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ അന്നേരം കത്തിപ്പോവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം. ഇതിന് മാത്രമല്ല വലിയ
കമ്പനി സെറ്റുകൾക്കും സംഭവിക്കും. അപ്പം ഞാൻ പറഞ്ഞത് കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കാൻ നല്ല പെൻഡ്രൈവ് ഉപയോഗിക്കുന്നവർ ഒറിജിനൽ പെൻഡ്രൈവ് ഉപയോഗിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ എടുത്തില്ലെങ്കിൽ ആ പെൻഡ്രൈവ് വീണ്ടും കുത്താതിരിക്കുക പ്രൊട്ടക്ഷനിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാതെ കൊടുക്കണം. കാരണം ആംബിയർ ഉള്ള പവർ സപ്ലൈ ആണ്. ആംബിയർ ഉണ്ട്, അത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് അയച്ചു തരുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ടെക്നീഷ്യൻ്റെ കൊടുത്ത് അയാളെ കൊണ്ട് ഇത് കണക്ട് ചെയ്യിപ്പിക്കുക. യൂട്യൂബിൽ കാണുന്ന കണ്ടുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് കൊടുത്ത് പൊളാറ്റി തിരിഞ്ഞ് സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വാറണ്ടി ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം ചെറിയ വിലയുടെ സാധനമാണെങ്കിലും നമ്മൾ ഈ സാധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഒത്തിരി പേർക്ക് കണ്ടമാനം സെറ്റ് ഇത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മിക്കവാറും ദിവസം തന്നെ എല്ലാ ദിവസവും തന്നെ അയക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാവുന്ന ടെക്നീഷ്യന്മാരോട് ചോദിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ബോർഡ് വേണ്ടവർ വിളിച്ചോളൂ. ഈ 2 ബോർഡും വേണ്ടവർ വിളിച്ചോളൂ, ഞാൻ അയച്ചു തരാം. ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം 9447208809.